ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് തടയപ്പെടുന്ന സന്മാർഗ കവാടങ്ങൾ അടക്കപ്പെടുന്ന ചില ദുർഗുണങ്ങളിൽ ഒരു ദുർഗുണത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ സ്ഥാനം ഭൗതികമായ കാര്യങ്ങൾക്ക് നൽകുന്ന ആളുകൾ അവരുടെ മുമ്പിൽ ഹിദായത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ദുർഗുണമുള്ള ആളുകൾക്ക് സന്മാർഗം ലഭിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണെന്ന് കഴിഞ്ഞ ആയത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ നാം മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ക്ലാസ്സിൽ നാം വിശദീകരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ഹിദായത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നവരുടെ ഒരു ദുർഗുണത്തെ പറ്റി നാം മനസ്സിലാക്കി. ആ ആയത്തിൽ തന്നെ ഹിദായത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മറ്റു ദുർഗുണങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കാം. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. അവർ പരലോകത്തേക്കാൾ ഭൗതിക ജീവിതത്തെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയുകയും അതിൽ വളവുകൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. അവർ സത്യത്തിൽ നിന്നും വിദൂരമായ വഴികേടിലാകുന്നു. ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു. അഥവാ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു ദുർഗുണമാണ് ഭൗതികമായ കാര്യങ്ങൾക്ക് ദീനിനേക്കാൾ സ്ഥാനം നൽകുക എന്നുള്ളത്. ആ ഒരു ദുർഗുണത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം മനസ്സിലാക്കിയതാണ്. രണ്ടാമതായി സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടാൻ കാരണമാകുന്ന ഒരു ദുർഗുണമാണ് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും ജനങ്ങളെ തടയുക എന്നുള്ളത്. പരിശുദ്ധമായ ദീൻ, ആ ദീനിനെ വ്യാപിപ്പിക്കാനും എല്ലാവരിലും എത്തിക്കാനും ആ ദീൻ ജീവിതത്തിൽ കൊണ്ടുവരാനുമാണ് ഓരോ വിശ്വാസികളും പരിശ്രമിക്കേണ്ടത്. ആരെങ്കിലും ആ ദീനിൽ നിന്നും മറ്റുള്ളവരെ തടയുകയാണെങ്കിൽ, പരിശുദ്ധമായ ദീനിനെ മോശമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ദീനിയായ കാര്യങ്ങളിൽ നിന്നും നന്മയിൽ നിന്നും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ സന്മാർഗ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്വന്തമായി ദീൻ ജീവിതത്തിൽ കൊണ്ടുവരാനും മറ്റുള്ളവരിൽ ആ ദീനിനെ എത്തിക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട്. നന്മയെ വിലക്കുന്നവനും നന്മ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്നവനും തിന്മയെ വ്യാപിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാകുന്നതും സന്മാർഗ കവാടങ്ങൾ അവരുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്നതുമാണ്. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും അവർ വിദൂരമാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മയുണ്ടാക്കണം, നന്മ മറ്റുള്ളവരിൽ ഉണ്ടാകാനായി പരിശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ നന്മ ചെയ്തിട്ടില്ല എങ്കിലും മറ്റാരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയിൽ നിന്നും ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഒരാൾ ദീനനുസരിച്ച് ജീവിക്കുന്നു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നു, അല്ലെങ്കിൽ ദീനിയായ നന്മയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്താനോ അതിൽ നിന്നും അവരെ തടയാനോ പാടില്ല. നേരെ മറിച്ച് അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ദീനിയായ കർമ്മങ്ങളും നന്മയും വ്യാപിപ്പിക്കാനായി പരിശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ തിന്മയുടെ കാര്യത്തിൽ ആരെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ തിന്മയെ അനുകൂലിക്കുകയും ആ തിന്മ വളർത്താനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പാടില്ല. അത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. നേരെ മറിച്ച് ആ തിന്മ ഇല്ലാതെയാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണോ അതിനുവേണ്ടി പരിശ്രമിക്കുകയും തിന്മ ഇല്ലാതെയാക്കാനും നന്മ വളർത്താനുമായി മുന്നിട്ടിറങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന ആളുകളുടെ ദുർഗുണമായി പറയുകയുണ്ടായി. അവർ നന്മയിൽ നിന്നും ജനങ്ങളെ തടയുന്നവരാണ്, ദീനിൽ നിന്നും ജനങ്ങളെ തടയുന്നവരാണ്. സ്വന്തമായ ജീവിതത്തിൽ ദീൻ കൊണ്ടുവരികയുമില്ല, മറ്റുള്ളവരെ ആ ദീനനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയുമില്ല. മറ്റുള്ളവരെ പരിഹസിക്കുകയും അവർ ദീനിയായ നന്മയിൽ ജീവിക്കുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. ഇങ്ങനെ നന്മയെ വിലക്കുകയും നന്മയെ തടയുകയും ചെയ്യുക എന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ നിന്നും സന്മാർഗം നഷ്ടപ്പെട്ടു പോകാനും സന്മാർഗ കവാടങ്ങൾ തങ്ങളുടെ മുമ്പിൽ അടക്കപ്പെടാനും കാരണമായി തീരുന്ന ദുർഗുണമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മക്ക മുശ്രിക്കീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണം ഇത് തന്നെയായിരുന്നു. അവർ സ്വന്തമായി നന്മ ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ നന്മയിൽ നിന്നും മറ്റുള്ളവരെ തടയാനും പരിശ്രമിക്കുന്നവരായിരുന്നു. ആ നന്മ ഇല്ലാതെയാക്കാനും
തിന്മയായ കാര്യങ്ങൾ വ്യാപിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നന്മയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും അവർ വിദൂരമായി തീരുകയും ചെയ്തു. ഖിയാമത്ത് നാൾ വരെ ഈ പ്രവർത്തനം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാകുന്നതും സന്മാർഗ കവാടങ്ങൾ അവരുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്നതുമാണ്. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇസ്ലാമിൻ്റെ ന്യൂനതകൾ അവർ അന്വേഷിച്ച് നടക്കുന്നവരായിരിക്കും. ആരെല്ലാം ഇസ്ലാമിൻ്റെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ സത്യത്തെ മനസ്സിലാകും, സത്യമാണെന്ന് മനസ്സിലായിട്ടും വീണ്ടും അതിനെ മോശമായി ചിത്രീകരിക്കാൻ, ഇസ്ലാമിനെ താഴ്ത്തിക്കെട്ടാൻ, ഇതിനുവേണ്ടി ഇസ്ലാമിൻ്റെ ന്യൂനതകൾ കണ്ടെത്തുന്ന ആളുകൾ, അവരുടെ മുമ്പിൽ നിന്നും സന്മാർഗ കവാടം അല്ലാഹു തആല അടച്ചു കളയുന്നതാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ, ഖുർആനെ പറ്റി യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ മോശമാക്കാനും താഴ്ത്തിക്കെട്ടാനും സത്യത്തെ കണ്ണടച്ചുകൊണ്ട് അവർ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ന്യൂനതകളെ കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ, ഈ രീതിയിൽ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന, ഇസ്ലാമിലെ നന്മകൾ കാണാതെ അതിനെ അന്ധമായി കണ്ണടച്ചു കളയുന്ന ആളുകൾ, അവരിൽ നിന്നും ഹിദായത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. യഹൂദി നസാറാക്കളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അവർക്കവിടെ വേദഗ്രന്ഥത്തിൽ നിന്നും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ദീനും പൂർണ്ണമായി സത്യമാണെന്ന കാര്യം മനസ്സിലായിരുന്നു. എന്നിട്ടും അവർ അതിനെ മനസ്സിലാക്കാത്തതുപോലെ അതിൻ്റെ ന്യൂനതകളെ മാത്രം കണ്ടുപിടിക്കാനായി പരിശ്രമിച്ചു. അതുകൊണ്ട് സത്യമാണെന്ന് മനസ്സിലായിട്ടും അവരിൽ നിന്നും സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയുണ്ടായി. ഒരു ന്യൂനതയും ഇന്നേ വരെ ആർക്കും പരിശുദ്ധമായ ഖുർആനിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ദീനിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആരെല്ലാം എന്തെല്ലാം ന്യൂനതകൾ കണ്ടെത്തിയിട്ടുണ്ടോ അതെല്ലാം വെറും ബലഹീനം മാത്രമാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്നതുമാണ്. അതുകൊണ്ട് വളഞ്ഞ രീതിയിൽ, ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ച വാക്ക് അങ്ങനെ തന്നെയാണ്, വളഞ്ഞ രീതിയിൽ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്താൻ സാധിക്കും. യഥാർത്ഥമായ ന്യൂനതകളല്ല, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കി അങ്ങനെയും ഇങ്ങനെയുമെല്ലാം പറഞ്ഞ് വളഞ്ഞ രീതിയിൽ ന്യൂനതകൾ കണ്ടെത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നേരെയുള്ള രീതിയിൽ ഒരിക്കലും ന്യൂനതകൾ ദീനിൽ കണ്ടെത്താൻ സാധിക്കുന്നതല്ല. കാരണം മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹു നിർമ്മിച്ച മതമാണ് ഈ മതം, ഈ ദീൻ, ഈ ഖുർആൻ. ഇത് ഏറ്റവും പരിപൂർണവുമാണ്. ആർക്കും ന്യൂനതയും ഇതിൽ കണ്ടെത്താൻ സാധിക്കുന്നതല്ല. മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ജീവിതം. അതൊഴികെ ബാക്കി എല്ലാ ജീവിതത്തിലും മനുഷ്യന് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടൊരു ന്യൂനതയും ഇല്ലാത്ത ദീനിൽ വളഞ്ഞ രീതിയിൽ ന്യൂനതകൾ കണ്ടെത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ 3 ദുർഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കാനായി പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാക്കി കളയുന്ന, സന്മാർഗം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാക്കുന്ന 3 ദുർഗുണങ്ങളാണ് ഈ പറയപ്പെട്ട 3 ദുർഗുണങ്ങൾ എന്നുള്ളത്. ഈ 3 ദുർഗുണങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് സന്മാർഗം ലഭിക്കുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാണെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാലും അള്ളാഹു കരുണയുള്ളവനായതുകൊണ്ട് ഈ ഗുണങ്ങൾ ഉള്ളവർക്കും അള്ളാഹു ഹിദായത്ത് നൽകിയേക്കാം. അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ്. യഹ്ദി മയ്യശ വയുദില്ലു മയ്യശ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല സന്മാർഗം നൽകും. പൊതുവായ രീതിയിൽ ഈ 3 ദുർഗുണങ്ങൾ ഉള്ളവർക്ക് സന്മാർഗം ലഭിക്കുക, നന്മ മനസ്സിലാവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വത്തെ പറ്റിയാണ് പറയുന്നത്. وَمَا أَرْسَلْنَا مِن رَّسُولٍ إِلَّا بِلِسَانِ قَوْمِهِ لِيُبَيِّنَ لَهُمْ فَيُضِلُّ اللَّهُ مَن يَشَاءُ وَيَهْدِي مَن يَشَاءُ وَهُوَ الْعَزِيزُ الْحَكِيمُ. ജനങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി കൊടുക്കാൻ അതാത് സമുദായത്തിൻ്റെ ഭാഷയുമായിട്ടാണ് നാം ഓരോ പ്രവാചകന്മാരെയും അയച്ചത്. ശേഷം അള്ളാഹു ഉദ്ദേശിച്ചവരെ വഴികെടുത്തുകയും ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അള്ളാഹു പ്രതാപശാലിയും തന്ത്രജ്ഞനുമാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും യുക്തിയോടുകൂടിയാണ് പ്രവാചകന്മാരെ അയച്ചത് എന്ന കാര്യം അറിയിക്കുകയാണ്. ഓരോ സമുദായത്തിനും അനുയോജ്യമായ രീതിയിലാണ് അവരിലോട്ട് അള്ളാഹു തആല പ്രവാചകന്മാരെ അയക്കുന്നത്. കഴിഞ്ഞ സൂറത്തുകളിൽ, സൂറത്തുൽ ഹൂദിലും അറാഫിലുമെല്ലാം നാം പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ധാരാളമായി വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങളിലെല്ലാം പ്രവാചകന്മാർ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നു.
ആ സമുദായത്തിൽപ്പെട്ട അവരുടെ ശീലവും ശൈലിയും അറിയുന്ന ഒരാളെ പ്രവാചകനായി അയക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും യുക്തിയുള്ള കാര്യവും. അതുകൊണ്ട് ഓരോ സമുദായത്തിലോട്ടും അവരെ പറ്റി അറിയുന്ന, അവരുടെ ശീലങ്ങളും ശൈലിയും അറിയുന്ന, അവരുടെ ബലഹീനത അറിയുന്ന, അവരുടെ ഭാഷ അറിയുന്ന പ്രവാചകനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരിലോട്ട് അയച്ചിട്ടുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ ലോകത്തോട്ടും വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരുടെ പ്രവാചകനാണ്. പക്ഷേ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രബോധനം ചെയ്ത സമുദായം എന്നുള്ളത് അറബികളാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും അറബി തന്നെയാണ്. കാരണം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആരംഭം അറബികളിലാണ്. ഈ അറബികളിലൂടെയാണ് ഈ പ്രബോധനം മറ്റുള്ളവരിലോട്ട് എത്തേണ്ടത്. അതുകൊണ്ട് ഏറ്റവും യുക്തി എന്നുള്ളത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ സ്ഥലമായ അറബികളുടെ ഭാഷയിൽ തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കലും അവരിലോട്ട് അവരുടെ ഭാഷയിൽപ്പെട്ട പ്രവാചകനെ തന്നെ അയക്കലുമാണ്. അങ്ങനെ അറബികൾ പ്രബോധനം നടത്തുകയും ആ അറബികളായ സഹാബാക്കളിലൂടെ ലോകമൊത്തം ദീൻ വ്യാപിക്കുകയും ചെയ്തു. എല്ലാ ഭാഷയിലും എല്ലാ ഭാഷക്കാർക്കും വർണ്ണക്കാർക്കും ഇന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ മനസ്സിലാകുന്നു. അത് സുലഭമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഭാഷയിലുമുണ്ട്. ഇതിൻ്റെ കാരണം ആദ്യം അറബികളിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുകയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ ദീനിനെ ലോകം മൊത്തം അവരെത്തിച്ചത്. അതുകൊണ്ട് ഓരോ പ്രവാചകന്മാരെയും ഏറ്റവും യുക്തിയോടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുകയും അവരിലൂടെ ദീനിനെ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് അള്ളാഹുവാണ് ഓരോ പ്രവാചകന്മാരെയും അയച്ചത്. അതുകൊണ്ട് ആ പ്രവാചകന്മാരെ പിൻപറ്റുന്നതിലൂടെ മാത്രമാണ് വിജയമുള്ളത്. ഓരോ മനുഷ്യൻ്റെയും ജീവിത വിജയം ആ പ്രവാചകന്മാരെ പിൻപറ്റുന്നതിലാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു ഏറ്റവും യുക്തിമാനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും യുക്തിയുള്ള രീതിയിലാണ് പ്രവാചകന്മാരെ അള്ളാഹു തആല അയച്ചിട്ടുള്ളത്. അള്ളാഹു തആലയാണ് പ്രവാചകന്മാരെ അയച്ചത്. അതുകൊണ്ട് പ്രവാചകന്മാരെ അംഗീകരിക്കുകയും പരിശുദ്ധ ഖുർആനെ അംഗീകരിക്കുകയും ചെയ്യുക, അതിൽ മാത്രമാണ് വിജയമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.